തിരുവനന്തപുരത്ത് നിന്നും ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് എന്തൊക്കെ ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുള്ളത്? എന്തൊക്കെ പരിപാടികൾ, വിവിധ പരിപാടികളാണുള്ളത്? മോത്തി അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് പ്രധാന പരിപാടിയുള്ളത്. ഇവിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ ഒരു യോഗാ ദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 7 മണിക്ക് പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടില്ല. പിന്നീട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലും 7 മണിക്ക് എന്ന പരിപാടി ഉണ്ടായിരിക്കും. അവിടെ ഈ കാലാവസ്ഥ മാറിയതൊക്കെ തന്നെ കനത്ത മഴയായതുകൊണ്ട് അവിടെ ഇപ്പോൾ നിലവിൽ യോഗാ ദിനാചരണം നടന്നിട്ടില്ല. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിൽ മാരാർജി ഭവനിൽ വെച്ചിട്ടാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ ഈ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഉള്ളത്. അതുമാത്രമല്ല വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ ഓരോ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ യോഗാചരണം ആചരിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടുവരുന്നതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ യോഗാ ദിനത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ ദിവസം തന്നെ യോഗാ ദിനാചരണം വലിയ രീതിയിൽ നടത്തി വരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ തിരുവനന്തപുരത്ത് നമുക്ക് മുൻകൂട്ടി അറിയിച്ചിരുന്ന പരിപാടികളൊക്കെ തന്നെ ഈ കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശരി ജിബിൻ, അങ്ങനെ നമ്മുടെ തലസ്ഥാന നഗരത്തിലും ഒരുപാട് ആഘോഷ പരിപാടികളും വിവിധ തരം അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളും ഒക്കെ നടക്കുന്നു. ജിബിന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഒരിക്കൽ കൂടി ഡൽഹിയിലേക്ക് അർജുൻ പീതാംബരനിലേക്ക് പോകുന്നു. അർജുൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിരവധി ആൾക്കാർ യോഗ അഭ്യാസം നടത്തുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് പേരവിടെയുണ്ടോ? എന്ത് പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നേരത്തെ ആരംഭിച്ചോ? एकाग्रता के लिए बहुत उपयोगी മോത്തി, ഒരുപാട് പേരുണ്ട്. നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ലോധി ഗാർഡനിലാണ്. ഇവിടെ പരിപാടികൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് നേതൃത്വം നൽകുന്നത്. കൃത്യം 6:30 തന്നെ പരിപാടി ആരംഭിച്ചു. അതിനു മുൻപേ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തി ഈ യോഗാഭ്യാസം നടത്തിയിരുന്നു. പിന്നീട് 6:30 ശേഷമാണ് കേന്ദ്ര റെയിൽവേ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇവിടേക്ക് എത്തുന്നതും ഈ പരിപാടി ഔദ്യോഗികമായി തന്നെ തുടരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ദിവസവും യോഗാഭ്യാസം നടന്നു വരുന്നുണ്ട്. അതിൽ പക്ഷെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് ആളുകൾ, അത് പല തട്ടുകളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഈ രാഷ്ട്രീയ നേതാക്കളുടെയും സാമുദായിക നേതാക്കളുടെയും എല്ലാം ഒപ്പം ചേർന്ന് യോഗ അഭ്യസിക്കുന്നു. അതിന് ഒരു ട്രെയിനർ വന്ന് നേതൃത്വം നൽകുന്നു. അദ്ദേഹം ഓരോ പരിപാടികളും ഓരോ അഭ്യാസങ്ങളും പറഞ്ഞു കൊടുക്കുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കടക്കം ലഭിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഒരു വൈബ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നൽകുന്നു. അത് തന്നെയാണ് നമ്മുടെ രാജ്യം ലോകത്തിന് നൽകുന്ന സംഭാവന. അതിൻ്റെ മഹാത്മ്യം തന്നെയാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ഉന്മേഷം നൽകുന്നു എന്നതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ സമൂഹത്തിലും വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനായിട്ട് എന്തായാലും ഈ യോഗാഭ്യാസം കൊണ്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഏകദേശം 180-ലധികം രാജ്യങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം അത് നടത്തുന്നത്. ഈ നോർത്തേൺ ഹെമിസ്ഫിയർ കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ 21 എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ യോഗാഭ്യാസം അല്ലെങ്കിൽ അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുക്കാൻ, ജൂൺ 21 തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണവും കൂടെ അത് തന്നെയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, നയതന്ത്ര ബന്ധത്തിലടക്കം പല രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യക്കും മറ്റ് പല രാജ്യങ്ങൾക്കും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കടക്കം ഈ അന്താരാഷ്ട്ര യോഗാ ദിനം വഹിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ്. കാരണം ഡൽഹി കേന്ദ്രീകരിച്ചടക്കം എംബസി കേന്ദ്രീകരിച്ചും എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും എല്ലാം ഒരുമിച്ചെത്തുന്നുണ്ട് ഈ യോഗാ ദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. നമ്മുടെ ആളുകൾക്കൊപ്പം, നമ്മുടെ നേതാക്കൾക്കൊപ്പം ഈ അന്താരാഷ്ട്ര ദിനത്തിൽ നടക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ എല്ലാം വന്ന് പങ്കെടുക്കുന്നു. അതെല്ലാം തന്നെ ഇത് ലോകത്തിൽ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. പ്രത്യേകിച്ചും നമ്മൾ ലോകത്തിന് നൽകുന്നൊരു സംഭാവനയാവുന്നു ഈ യോഗ എന്ന് പറയുന്ന കാര്യം കൂടി പരിശോധിക്കുമ്പോൾ, അതുകൂടി പറയുന്ന സമയത്ത് വളരെ വലിയൊരു പ്രാധാന്യം തന്നെയാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്. എന്തായാലും അവനവനായിട്ടും സമൂഹത്തിനുമായിട്ടുള്ള യോഗ ഫോർ സെൽഫ്
ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് നിലവിൽ ഈ 10ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള തീം എന്ന് പറയുന്നത്. ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ ആകമാനം ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിലടക്കം നടക്കുന്നു. ഒപ്പം തന്നെ ആർമി, BSF, CASF, CRPF ഉൾപ്പെടെയുള്ള ജവാന്മാരെല്ലാം തന്നെ കാലാവസ്ഥയെ അടക്കം വെല്ലുവിളിച്ച് അതിശൈത്യത്തിലും കൊടും ചൂടിലുമെല്ലാം എല്ലാ ദിവസവും രാവിലെ ഇന്ന് പ്രത്യേകിച്ച് എല്ലാം തന്നെ യോഗാഭ്യാസം നടത്തുന്നു. പ്രത്യേകിച്ചും സിയാച്ചിൽ നിന്നും ധാർ മരുഭൂമിയിൽ നിന്ന് അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായി.